ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജു ആൻഡ് വെൽക്കം ടു മല്ലൂരിക്ക. ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 11. നമ്മുടെ സാധാരണ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കാണ് തുടക്കത്തിൽ കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കഥയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ സെയ്ജി തൻ്റെ മാജിക് പവർ ഉപയോഗിക്കാൻ പഠിച്ചതും സൂപ്പർ. അവസാനം നീ അത് പഠിച്ചിരിക്കുന്നു. അവസാനം ഞാനത് പഠിച്ചു. അതേസമയം കമ്പ്യൂട്ടർ പുതിയ സ്കിൽ എൻഡ്ലെസ് ബെൽ ലഭിച്ചിരിക്കുന്നു. എന്ത് എൻഡ്ലെസ് ബെല്ലോ? ഇത് എന്ത് തരം സ്കില്ലാണാവോ? എൻ്റെ കമ്പ്യൂട്ടർ എൻ്റെ കൺട്രോൾ പോലെയല്ല പ്രവർത്തിക്കുന്നത്. എനിക്ക് കരച്ചിൽ വരുന്നു. സെയ്ജി കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ശബ്ദം എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. നിങ്ങളോ? എങ്ങനെയുണ്ട് സെയ്ജി? ഞാൻ നന്നായിരിക്കുന്നു. നിങ്ങളെന്താ അവിടെ? ഞങ്ങൾ ഈ മനുഷ്യനെ സംരക്ഷിക്കാനായി വന്നതാണ്, രാജാവിനെ കാണാൻ. ഇത് ബാർഡബസ് സാറല്ലേ? ബാർഡബസ് സാർ, കണ്ടതിൽ വളരെ സന്തോഷം. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ബാർബസ് എന്ന് വിളിച്ചാൽ മതി. അനിയ, നിന്നെ കാണാനായിരുന്നു ഞാൻ വന്നത്. താങ്ക് യു സാർ. അതെ, ഇയാളാരാ? എന്ത്? ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദി. ഇദ്ദേഹത്തിനെ അറിയാത്ത മന്ത്രവാദികൾ തന്നെയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണ്. ഇതുവരെയുള്ള എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ? എൻ്റെ ബുക്ക് കൂടി ഉണ്ട്, വാങ്ങുന്നോ? അതുമാത്രം വാങ്ങല്ല, ജീവിതം മടുക്കും. അനിയ, അതൊന്നും എനിക്ക് കാര്യമില്ല. സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് മുമ്പേ അറിയും. സാറിന് എന്നെ മുമ്പേ അറിയുന്നു? അറിയാം. നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീർ വരുന്നു. നിനക്കൊന്നറിയൂ, സുമോ റെസ്ലിംഗ്, അതിലൊരാളെ എനിക്കറിയാം. പേര് കിസുനവ. കാണാൻ കുറച്ച് തടിച്ച്. അവർ ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം മാറിപ്പോയി. അത്തരത്തിലുള്ളവർ എന്തിനാണ് വരുന്നത് നിനക്കറിയൂ? മതി, നിർത്ത്. ഞാൻ ഇതല്ല ചോദിച്ചത്. പെട്ടെന്ന് രാജാവിനെ കാണുന്നത്. രാജാവേ, ഇത് നോക്ക്, എന്റെ മസിൽസ് നല്ല രീതിയിലായിട്ടില്ലേ? ഇത് രാജാവടാ, മര്യാദക്കിരിക്കും. മുന്നത്തെക്കാളും നന്നായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ മസിൽ കുറച്ചേ കാണുന്നുള്ളൂ. നീ ഇതെടുത്ത് നോക്ക്. നിർത്ത്, ഇതൊന്നും ഗിൽഡല്ല. അതേസമയം അവിടേക്ക് മന്ത്രവാദി വന്നത്. ടീച്ചർ എപ്പോഴാ വന്നത്? കണ്ടില്ല ടീച്ചർ, ക്ഷമിക്കണം. ബായ്, നീ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, അതുകൊണ്ട് കുട്ടികളെ പോലെ ഓരോന്നും ചെയ്യല്ലേ. അതെ, ഇവർ രണ്ടുപേർക്ക് എന്താ കണക്ഷൻ? ആളാണ് രാജാവിന്റെ ടീച്ചർ. ടീച്ചർ, ഇവിടെ ഇരിക്കി. ഇതിലിരിക്കി. നീ എന്താ കളിക്കാണോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടീച്ചർ, വന്ന കാര്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാനിവിടെ വന്നത് എൻ്റെ സ്കൂളിനെ കുറിച്ച് പറയാനാണ്. ഇയാൾക്ക് സ്കൂളൊക്കെ ഉണ്ട്? എൻ്റെ ഇതിന് സ്കൂളൊക്കെ ഉണ്ട്. ബാർബഡോസ് മാജിക് അക്കാഡമി. മാത്രമല്ല, ആളാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ. അതേസമയം ബാർബഡോസ് മാജിക് അക്കാഡമി കാണിക്കുന്നത് അടിപൊളി, സൂപ്പർ, എല്ലാവരെയും തോൽപ്പിച്ച ശേഷം എന്തായാലും അവളുടെ ഫൈറ്റ്. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത്. അവന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. അവന്മാരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമാണ് വരിക. അതേസമയം തിരിച്ചു കൊട്ടാരത്തിൽ. എന്ത്? കൈസർ രാജ്യത്തിലെ എല്ലാ ഹീറോസും നമ്മുടെ അക്കാഡമിയിൽ വന്ന് ചേർന്നിരിക്കുന്നു? അവരെല്ലാം വേറെ ലോകത്തിൽ നിന്നും വന്നവരാണ്. അതെ, കുറച്ച് പ്രശ്നക്കാരുമാണ്. ഇത് കേട്ട സെയ്ജി, വേറെ ലോകത്തു നിന്നും വന്നവരോ? അപ്പോ അവരെന്റെ ഫ്രണ്ട്സ് ആവും. രാജാവേ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ പ്രശ്നം? അടുത്തുള്ള കാട്ടിൽ നിന്നും മോൺസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ അവർ നമുക്ക് നേരെയാണ് വരുന്നത്. എന്ത്? എത്ര ആൾ കൊണ്ട് അവർ? ഏകദേശം 5000 പേരെങ്കിലും ഉണ്ടാവും. വേറൊരു കാര്യം എന്തെന്നാൽ എല്ലാവരും ബോസ് ലെവൽ മോൺസ്റ്റേഴ്സ് ആണ്. എന്ത്? ഹൈ ലെവൽ ബോസ്? 5000 പേരോ? നീ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ വാൾക്കറീസ് ഇല്ലേ? അതേസമയം വാൾക്കറീസിനെ കാണിക്കുമ്പോൾ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടുതലാണ്. എല്ലായിടത്തും ഇവർ തന്നെയാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാത്തിനെയും കൊന്നതാണ്. എന്നാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെക്കാൾ കൂടുതൽ പവർ നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ വേറെ വഴിയില്ല. ക്യാപ്റ്റൻ ലൂ, ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളെല്ലാം തയ്യാറാണ്. നല്ലത്, തയ്യാറാകും. കാണാൻ തന്നെ സൂപ്പറാണ്. പെട്ടെന്ന് ലൂ താഴെ ചാടി ഒരു അറ്റാക്ക്. പകുതി മോൺസ്റ്റേഴ്സിനെ കാണാനില്ല. വാൾക്കറീസ് എല്ലാവരും പിന്നാലെ യുദ്ധത്തിനിറങ്ങുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്തതും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിചാരിച്ചാലും നേരത്തെ തീരുമെന്ന് തോന്നുന്നു. ലോ, നമുക്കിപ്പോഴാണ് വിവരം ലഭിച്ചത്. എന്തെന്നാൽ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി കുറെ മോൺസ്റ്റേഴ്സ് വരുന്നു. രാജാവ്? അതേസമയം ഞങ്ങളുടെ മെയിൻ പ്ലാൻ തന്നെ ഇതാണ്. നിങ്ങളെ ഇവിടെ ബിസിയാക്കി കൊട്ടാരം അടിച്ചു തകർക്കല ഞങ്ങളുടെ ശരിക്കുള്ള പ്ലാൻ. ഇതൊന്നും അറിയാതെ നിങ്ങളിവിടെ ഞങ്ങൾ വിരിച്ച വലയിൽ വീണു. എന്നിരുന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും പ്രശ്നമല്ല. എന്തായാലും എല്ലാവരെയും ഞാൻ വകവരുത്തും. ഇതെല്ലാം ഡീമൺ ലോഡിന് വേണ്ടി. അതേസമയം കൊട്ടാരത്തിലേക്ക് മോൺസ്റ്റേഴ്സ് വരുന്നതും ഞാൻ വർഷങ്ങളായി അഡ്വഞ്ചർ ആയിരിക്കുന്നു. എന്നാൽ ഇതുപോലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കൂടാതെ നമുക്ക് നേരെ വരുന്നത് ഹൈ ലെവൽ ബോസ് ആണ്. സെയ്ജി, ഇതൊക്കെ എന്ത്? ഇവർക്ക് എന്റെ പവർ അറിയില്ല. ഇവള് പറയുന്നത് ശരിയാണ്, ബട്ട് എങ്ങനെ? ഹ്യൂമണിൽ നിന്ന് കോങ്? അമ്മോ, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. മാസ്റ്റർ, എനിക്ക് പേടിയാവുന്നു. അറിയാം, നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്ക് പേടിയാണ്. നമ്മളെല്ലാരും പ്രശ്നത്തിലാണ്. മാസ്റ്റർ, നമ്മൾ കൊട്ടാരം രക്ഷിച്ചില്ലെങ്കിൽ എന്റെ ഫുഡെല്ലാം എന്താവും? അതിനി ഒരിക്കലും കിട്ടില്ല എനിക്ക്. എന്തേ? ഞാൻ എന്റെ ഭക്ഷണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ദൈവത്തെ വരെ ഞാൻ എതിർക്കും. അതൊക്കെ വേണം. സെയ്ജി, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാനും എന്റെ ബെസ്റ്റ് ചെയ്യും. നീ പറഞ്ഞത് മാത്രം മതി എനിക്ക്. എന്നാൽ ഒരു കാര്യം, നീ നിന്നെ എപ്പോഴും നോക്കണം. എന്നാൽ എല്ലാം കഴിഞ്ഞ ശേഷം ഇതുപോലെ എനിക്ക് ചെയ്തു തരൂ? തീർച്ചയായും ചെയ്തു തരാം. അതേസമയം മോൺസ്റ്റേഴ്സ്, എന്റെ ശക്തി കണ്ടു നോക്ക്. ഇല്ല, എന്റെ കണ്ടു നോക്ക്. നിങ്ങൾ ജീവനോടെ
അവിടെ ഉണ്ടാവില്ല. ഇവിടെ നശിപ്പിക്കലടാ. എത്ര വലിയവനായാലും എന്റെ ശക്തിക്ക് മുമ്പിൽ എന്താ ലോങ് റേഞ്ച് കാണിക്കുന്നത്? വല്ലത് ഉള്ളിലിടറാ. എന്ത് ഇവർ 3 പേരോ? ഞങ്ങൾ വന്നു, ഇനിയെല്ലാം ചട്നിയാവാൻ പോവാ. ഇത് കേട്ട ചേച്ചി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ യുദ്ധത്തിൽ ഞാനും ഉണ്ടാവും. അതെ, ഞാനും. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇതിന്ന് പിന്തിരിക്കാൻ കഴിയില്ല. ഇവരാ ബെസ്റ്റ്, ഇവര് മാറില്ല. ഇതേ സമയം മോൺസ്റ്റേഴ്സ് എല്ലാം മുന്നോട്ട് വരുന്നതും എല്ലാത്തിനെയും കൊല്ലണം, ഞാനും ഉണ്ട്. എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് മുകളിൽ നിന്ന് ചാടിയതും ഗിൽഡ് മാസ്റ്ററിന് ഒന്നും പറ്റിയില്ല. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങനെ എല്ലാവരും മോൺസ്റ്റേഴ്സിന് നേരെ പോയതും സെയിജി, നിങ്ങൾ എന്തിനാ എല്ലാവരും ഒരേ ദിശയിലേക്ക് തന്നെ പോയത്? ഇനി ഇവരെ ഞാൻ രക്ഷിക്കണല്ലോ. സെയിജി, നീ പേടിക്കണ്ട, അങ്ങോട്ട് നോക്ക്. നോക്കിയ എല്ലാവരും മോൺസ്റ്റേഴ്സിനെ സർവ്വസാധാരണമായിട്ട് നശിപ്പിക്കുന്നു. കണ്ടാ, ഞാനാ നിന്നെക്കാളും സ്ട്രോങ്. ഞാൻ കണ്ടില്ലേ. എന്നാ ശരി, നീ ആ ഭാഗം എടുത്തോ, ഈ ഭാഗം ഞാൻ നോക്കാം. നോ പെയിൻ നോ ഗെയിൻ എന്നും പറഞ്ഞ ഒരു അറ്റാക്ക് ഇതുവരെ താങ്ങാൻ പറ്റില്ലേ. ഇതിന് ശേഷമാണ് ഞാൻ ഒറിജിനൽ പവർ എടുക്കാൻ പോകുന്നത്. ഇത് കണ്ടേ ഇവര്, ഇതാണ് ഇവരുടെ ഫുൾ പവർ. ഹേയ് മൈ കാറ്റ് ബോയ്, ഇന്നാ ഇത് വെച്ചോ. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതാണ് എന്റെ മിൽക്ക് ബോം. ഇന്നാ ഇത് വെച്ചോ, ഇത് വെച്ചോ. എന്റെ ടൈം. ഈ അറ്റാക്കിന് എന്താ പറയണത് എനിക്കറിയില്ല. എന്താ ഇത്, ഇതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്? ഇനി എല്ലാവരും എന്റെ അറ്റാക്ക് നോക്ക്. തന്നെ കൊണ്ടൊന്നും എടുത്ത് പൊക്കാൻ പറ്റൂല. ഈ രാജ്യത്ത് രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. മോൺസ്റ്റേഴ്സ് എല്ലാം അപകടകാരികളാണ്, അവരെ നശിപ്പിക്കണം. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ നടക്കുന്നത്? ഞങ്ങളുണ്ട്, ഞങ്ങളും നശിപ്പിക്കും. ഇവര് നന്നായില്ല. അങ്ങനെ ഓടി ഒരു മോൺസ്റ്റർ നശിപ്പിക്കുന്നത്. എല്ലാവരും ഞങ്ങളെ ഫോളോ ചെയ്യും. ഇവിടെ സെയിച്ച് കൊള്ളാം, കുഴപ്പമില്ല. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ചായക്കടക്കാരൻ, എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കാൻ പോവാ. അടുത്ത സെക്കൻഡിന് 4 കോള്. പണി കഴിഞ്ഞു. എന്ത്, ഇയാൾ ഇത്രയും സ്ട്രോങ് ആയിരുന്നു? പിന്നല്ല, ആള് ലെജൻഡറി അസാസിനാണ്. എന്ത്, അപ്പൊ ആള് ചായക്കടക്കാരനല്ലേ? അതേസമയം ചെറിയ, നോക്കി, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ചെറിയ ഒരു കൈ മാത്രം വെച്ച് അറ്റാക്ക് ചെയ്തതും, എങ്ങനെയുണ്ട് എന്റെ അറ്റാക്ക്? സൂപ്പർ. അതേസമയം ആറ്റോറിയ, ഐസ് പ്രസൻ. എന്ത്, ഐസ് മാജിക്കോ? ഇതാണ് അയാളുടെ ഉറക്കം കളഞ്ഞത്. എങ്ങനെയുണ്ട് എന്റെ മാജിക് പവർ? നീ പണ്ടേ പുലിയല്ലേ. ഞാനും എന്റെ മാസ്റ്ററും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തടയാൻ ആരെങ്കിലും വന്നാൽ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്തത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇവിടെ കാറ്റ് ഗേൾ 288, 289, 290. അസാസിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇനി എന്റെ പവർ ഞാൻ കാണിക്കാം എന്നും പറഞ്ഞ് മന്ത്രവാദി പവർ ഉപയോഗിച്ചാലും മോൺസ്റ്റേഴ്സിന്റെ കന്നുവരവ് തീരുന്നില്ല. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവര് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, അടുത്ത സെക്കൻഡിൽ കെയോസ് ടൊർണാഡോ എന്നും പറഞ്ഞ് കൊടുങ്കാറ്റിനെ കൊണ്ടുവരുന്നത്. കൊടുങ്കാറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മുടെ ആൾക്കൊന്നും പറ്റില്ലേ? അതേസമയം മോൺസ്റ്റേഴ്സിന് മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഫൈനൽ ടച്ച് മാത്രം. അപ്പോൾ ഇതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. പെട്ടെന്നാണ് എവിടെ നിന്നോ കൂടുതൽ മോൺസ്റ്റേഴ്സ് വരുന്നത്. ഇത് മുമ്പ് വന്നതിനേക്കാൾ പവർഫുൾ ആണ്. അതെല്ലാം നമ്മളെ നോക്കിയാണ് വരുന്നത്. ഇതെല്ലാം കണ്ട സെയിച്ച് ഇപ്പോഴാണ് ഒന്ന് ജയിച്ചെന്ന് വിചാരിച്ച്. ഇതിപ്പോ വന്നതിനേക്കാളും വലിയ പ്രശ്നമാണ്. വിംബേർഡ് രാജ്യത്തിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള യുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ നമ്മൾ റെഡിയാണോ എന്നും പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്തത് ഫൈനൽ എപ്പിസോഡ് ആയിരിക്കും. അതാണ് ലാസ്റ്റ് എപ്പിസോഡ് ഈ സീസണിന്റെ. മോൺസ്റ്റേഴ്സിന്റെയും സെയിച്ചിയുടെ ടീമിലുള്ളവരുടെ ഒരു താറുമാറ് അടിപൊളി ഫൈനൽ ബാറ്റിലായിരിക്കും നാളെ. അതുവരെ ബൈ ബൈ.